അങ്ങനെ റോന്ത് കണ്ടു. നല്ല കിടിലൻ പോലീസ് സ്റ്റോറി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ പടം കണ്ടപ്പോൾ. കിടിലനായിട്ട് എന്നെ ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡയറക്ടർ ഷാഹി കബീറാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒക്കെ എടുത്ത ഡയറക്ടറാണ്. അപ്പോൾ മൂപ്പരധികം പോലീസ് സ്റ്റോറി തന്നെയാണ് എടുക്കുന്നത്. മൂപ്പര് പോലീസിൽ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. സോ മുമ്പത്തെ ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒക്കെ ഗംഭീര പടം, നല്ലൊരു കൊമേഴ്ഷ്യലി നല്ല ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെച്ചൊരു ഗംഭീര സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആൻഡ് ഈ റോന്തിലേക്ക് വന്ന 2 പോലീസുകാർ നൈറ്റ് പെട്രോളിൽ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് കാണിക്കുന്നത്. ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ്. മുന്നേ മൂപ്പര് എപ്പോഴും പോലീസ് സ്റ്റോറി തന്നെ എടുക്കില്ല. അതേപോലെ തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് സ്റ്റോറിയാണ് ഈ റോന്ത് എന്ന് പറഞ്ഞ സിനിമ. ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നല്ല റോ ആയിട്ടാണ് ഈ സാധനം എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത സൂപ്പർ കോപ്പോ കൊമേഴ്ഷ്യൽ രീതികളൊന്നും കൊണ്ടുവരില്ല. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൊക്കെ എല്ലാം വന്നതിന് ഒരു കൊമേഴ്ഷ്യൽ അപ്രോച്ചാണ് മുമ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഭയങ്കര റോ ആയിട്ട് നാച്ചുറൽ ആയിട്ട്, ഇപ്പോൾ ദിലീഷ് പോത്തൻ്റെ കഥാപാത്രമാണെങ്കിലും റോഷൻ മാറ്റൻ്റെ കഥാപാത്രമാണെങ്കിലും അവരെന്താ ആർക്ക് എല്ലാം ഇതിനകത്ത് ഗംഭീരം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമ മൊത്തം ഒരു നൈറ്റിലാണ് നടക്കുന്നത്. ഏകദേശം ഒരു 90% ഉള്ള ഒരു സിനിമ ഈ രാത്രിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നൈറ്റിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. രാത്രി ശരിക്കും പറഞ്ഞാൽ 2 പോലീസ് ഓഫീസർ നൈറ്റ് പെട്രോൾ ഇറങ്ങിയിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാല്. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല ഇങ്ങനെ മികച്ച് നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു ഹൊറിഫൈങ് ഫീലൊക്കെ ചില സമയത്ത് രാത്രി അതിനെ കൊണ്ട് തന്നെ നൽകുന്നുണ്ട്. ഒരു ഗംഭീര ഹൊറർ വൈബൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. സോ അതൊക്കെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു മികവ് കൊണ്ട് തന്നെയാണ്. ആൻഡ് സിനിമയുടെ തുടക്കം ഒരു ക്ലൈമാക്സ് പോർഷനിലൊക്കെ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു രാവിലത്തെ കാര്യങ്ങളും കാണിക്കുന്നത്. പിന്നെയുള്ള ബാക്കി പോർഷൻസ് ഫുൾ നൈറ്റാണ്. ആ നൈറ്റ് നല്ല ഗംഭീരമായിട്ട് എടുത്ത് വെച്ചു. ശരിക്കും രാത്രിയിൽ ഇങ്ങനെ നമ്മളങ്ങനെ കാണും. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ പൊള്ളിയാണ്. സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ചില വൈഡ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അത് ഗംഭീരം നല്ല ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. നൈറ്റ് ഷോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നാച്ചുറലായിട്ട് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ചെറിയ ഇപ്പം മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് ഒക്കെ ഉണ്ടാവില്ല നൈറ്റ് ഷോട്ടിൽ വരുന്നത്. അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ശരിക്കും നമുക്ക് കിട്ടുമെന്ന് പറയാം. ആ രാത്രിയിലത്തെ കാര്യങ്ങളും കാണിക്കുന്നത്. ആൻഡ് ഇത് എഴുതിയിരിക്കുന്നത് ഷാഹി കബീർ തന്നെയാണെന്ന് തോന്നുന്നു. നല്ല ഗംഭീരമായ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പടത്തിന് നല്ലൊരു ഫ്ലോ ഉണ്ട്. നല്ല സ്ലോ പേസ് ചെയ്യാണ് സാധനം പോകുന്നത്. ഓരോരോ നൈറ്റ് പെട്രോൾ വരുന്ന ഓരോ കേസും അവിടെ കുറെ സംഭവങ്ങളാണ് സിനിമ കാണിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ലോണം പിടിച്ചെടുത്തിട്ടുണ്ട് ഈ സിനിമ. അത് നമ്മൾ ഇന്റൻസ് ആക്കി ഇങ്ങനെ വെക്കും. തുടക്കമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ മെല്ലെ ഒരു കാര്യത്തിലേക്കെല്ലാം കടന്ന് ഓരോരോ ഇങ്ങനെ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്റൻസ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ സ്ക്രീൻ പ്ലേ അതിനെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ഗംഭീര സ്ക്രീൻ പ്ലേ. എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ള ദിലീഷ് പോത്തൻ്റെ കഥാപാത്രമാണ്. ഗംഭീരമായിട്ട് മൂപ്പർ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. റോഷൻ മാത്യു മോശമൊന്നുമല്ല. റോഷൻ മാത്യു നല്ല ഗംഭീരം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുമ്പോൾ മൂപ്പരുടെ പെർഫോമൻസ് ഗംഭീരമാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ദിലീഷ് പോത്തനിലേക്കാണ്. നമ്മളെ കണ്ണു പോകുന്നത് ദിലീഷ് പോത്തൻ്റെ ഒരു പെർഫോമൻസിലേക്കാണ്. മൂപ്പര അതിനകത്ത് ഒരു ഏമാനുള്ള രീതിയിൽ അതിനകത്ത് കാണിച്ചു പോകുന്നത് ട്രെയിലറിലും കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ മൂപ്പരെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ആൻഡ് സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ നല്ല പ്രിറ്റി ഡാർക്കാണ് കേട്ടോ. ഡാർക്കിലാണ് എന്തായിട്ടുള്ളത്. അതൊരു ഭയങ്കര നമ്മളെ ട്രോമറ്റൈസ് ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. സോ നല്ല ഡാർക്ക് വേയാണ് ഇവർ എന്തായിട്ടുള്ളത്. സോ ആ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പടത്തിൽ ദിലീഷ് പോത്തൻ്റെ റോഷൻ മാറ്റിൻ്റെ പാസ്റ്റിലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ ഇമോഷണലി നമ്മളെ കണക്ട് ആക്കേണ്ട കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നല്ല ഇങ്ങനെ കണക്ട് ആണ്. 2 മണിക്കൂറല്ലേ പടം. ആ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പാസ്റ്റൊക്കെ ഉണ്ടല്ലേ പോലീസുകാരുടെ ചുരുക്കം സമയം കൊണ്ട് ആ ഒരു പാസ്റ്റൊക്കെ പറഞ്ഞുകൊണ്ടുപോകുള്ളൂ. പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് കണക്ട് ആവും. ആ ഒരു ക്യാരക്ടേഴ്സിനകത്ത് നമുക്ക് ഇമോഷണൽ കണക്ഷൻ തോന്നും. ഇപ്പോൾ ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ചില സമയത്ത് ആ ഒരു ക്യാരക്ടർ നമുക്ക് ദേഷ്യം തോന്നും. പക്ഷേ ചില സ്ഥലത്തൊക്കെ ആ ക്യാരക്ടർ നമുക്ക് സാധാരണ തോന്നും. അങ്ങനത്തെ ഈ ക്യാരക്ടർ ആർക്കൊക്കെ എഴുതിച്ചിട്ടുള്ളത്. ആൻഡ് റോഷൻ മാറ്റിൻ്റെ ആർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ആ ഒരു ക്യാരക്ടർ കോൺസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത്. സോ ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവവും കാര്യങ്ങളെല്ലാം മാറ്റം തന്നെയാണ് ഈ ദിലീഷ് പോത്തൻ്റെ പോലീസ് ഓഫീസറിലേക്ക് വരുമ്പോൾ. സോ 2 പോലീസ് ഓഫീസറിന്റെ ആർക്കും മികച്ച രീതിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വേറൊരു പോസ്റ്റിംഗ് എടുത്ത് പറയാനുള്ള ഡയലോഗ് ഡെലിവറിയാണ്. നല്ല കിണ്ണം കാച്ചി ഡയലോഗ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പം നമുക്ക് കൈയടിക്കാൻ തോന്നിക്കുന്ന കുറേ ഡയലോഗ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല റോ സിനിമയാണ്. അതുകൊണ്ട് നല്ല പച്ചക്കാണ് കുറേ കാര്യങ്ങൾ നല്ല വൃത്തിക്കനെ കാണിക്കുന്നുണ്ട്, നല്ല വൃത്തിക്കനെ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഡയലോഗ് ഡെലിവറി ഒക്കെ പൊള്ളിയാണ് ഈ സിനിമയിൽ. അതുകൊണ്ട് നല്ല നാച്ചുറൽ ആയിട്ടാണ് കുറേ കാര്യങ്ങൾ കാണിക്കാൻ കൊണ്ട് നമുക്ക് ഭയങ്കര കണക്ട് ആവും. നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് കാണും. ചില സ്ഥലത്ത് കോമഡീസ് ഒക്കെ നല്ലോണം വർക്കായിട്ടുണ്ട്. കോമഡീസ് എന്ന് പറയുമ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള സിനിമയിലെ കോമഡീസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കോമഡീസ് ഇടക്കിടക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം നല്ല ഇങ്ങനെ വർക്കായിട്ടുണ്ട്. സോ നല്ല കിടിലം പടം. ഷാഹി കബീറിന്റെ അടുത്തൊരു ഗംഭീര പോലീസ് സ്റ്റോറി കണ്ട ഒരു ഫീൽ എനിക്ക് സിനിമ നൽകിയിട്ടുള്ളത്. മ്യൂസിക് ആകട്ടെ എല്ലാം കൊണ്ടും മ്യൂസിക്കൊക്കെ ഇമോഷണൽ സീക്വൻസ് ഒക്കെ നല്ലോണം പടച്ചിട്ടുണ്ട്. സോ എല്ലാം കൂടെ നല്ലൊരു പോലീസ് സ്റ്റോറി കണ്ട ഒരു ഫീലാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി സമ്മാനിച്ച പോലെ തന്നെ ഇതൊരു ഗംഭീര സിനിമ തന്നെയായിരുന്നു. പിന്നെ കാണാത്തന്നെ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ തരുന്നുണ്ട്. 2 മണിക്കൂറുകളെ പടം നല്ലൊരു പോലീസ് സ്റ്റോറി കണ്ട ഫീലിംഗ് ഒക്കെ എന്തായാലും തരും. സോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി സിനിമ.